ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പുതുഞായറാഴ്ചയാണ്. ഈ ദിനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ ആഴമാർന്ന വിശ്വാസ പ്രഖ്യാപനം, അതിനെപ്പറ്റി നമ്മളിന്ന് പരിചിന്തനം ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവാണ് നമുക്ക് മനസ്സിലാകുക. പത്രോസിനെ പോലെ മറ്റ് ശിഷ്യന്മാരെ പോലെ തോമായും വിശ്വാസത്തിൽ കുറവുള്ളവനായി, ഉത്തിതനായ യേശുവിലുള്ള വിശ്വാസത്തിൽ കുറവുള്ളവനായിരുന്നു. പക്ഷേ തോമസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കഠിനമായി ആ വിശ്വാസമില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. തോമാശ്ലീഹ വിശ്വാസമുള്ളവനാണ്, തുറവിയുള്ളവനാണ് വിശ്വാസത്തോട്. ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും ഒക്കെ പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് തോമാശ്ലീഹ. നമ്മളത് ഒരിക്കലും മറക്കരുത്. തോമാശ്ലീഹയ്ക്ക് വിശ്വാസമുണ്ട്, വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ തൻ്റേതായ വഴികളിലൂടെ, തൻ്റേതായ വ്യവസ്ഥകളിലൂടെ വിശ്വസിക്കാൻ തോമാശ്ലീഹ തയ്യാറാണ്. അവിടെയാണ് പ്രശ്നം. വിശ്വാസം എന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ബാഹ്യമായി ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൃശ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ, പൂർണ്ണമായിട്ടും വ്യക്തമല്ലാത്തത്, വലിയ പരിചയമില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് എത്തുക. മാനസികമായിട്ട് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുക. അവിടെ ഒരു അടുത്ത തലത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെ വിശ്വാസം ഉണ്ടാവുക. നമ്മളൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവർ വിശ്വസിച്ചില്ല. വെറും അടയാളങ്ങൾ കണ്ട് മാത്രം വിശ്വസിക്കാൻ തയ്യാറാകുന്ന ജനത്തെ യേശു വിശ്വസിക്കുന്നില്ല. ഇവിടെയും കണ്ട് വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ എന്തോ കുറവുണ്ട്. ഇംഗ്ലീഷിൽ നമുക്ക് അറിയാൻ 2 വാക്കുകളുണ്ട്: ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ്. വിശ്വസിക്കുക, ആഴമായി വിശ്വസിക്കുക, അതാണ് ട്രസ്റ്റ്. ആ വിശ്വസിക്കുന്ന വ്യക്തിയിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക, കയ്യേൽപ്പിക്കുക, അതാണ് എൻട്രസ്റ്റ്. ഇത് രണ്ടും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയാൽ മാത്രമേ ഇന്നത്തെ ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥമുള്ളൂ. തോമാശ്ലീഹ ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമുക്ക് വിശ്വാസം നൽകിയത്, നമ്മളിന്ന് അത് അന്വർത്ഥമാക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കണം, അവിടുന്ന് എൻട്രസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് തോമാശ്ലീഹായുടെ വിശ്വാസ അനുഭവമാണ്. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ് തോമസിനോട് പറയുക? നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ വിശ്വാസം നഷ്ടപ്പെടുന്ന പാതയിലാണ് നീ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഓർക്കാം വിശ്വാസം നഷ്ടപ്പെടുന്ന വഴികൾ ഏതൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ എല്ലാം യുക്തിസഹമായിട്ട് മാത്രം സ്വീകരിക്കുന്നവരുണ്ട് വിശ്വാസത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും വിശ്വാസം യുക്തിസഹമാണ്, യുക്തിപൂർവമാണ്. പക്ഷേ ചില മേഖലകളിൽ യുക്തിക്കും അപ്പുറം കടന്ന് ചിന്തിച്ചാലാണ് വിശ്വാസത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്, നമ്മൾ ആ മേഖലയിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കുറവുകളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോഭ കെടുത്തി കളയുന്നത്. എന്നാൽ നന്നായിട്ട് വിശ്വസിക്കുന്നവരെ, വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ മാതൃക നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇനി വീണ്ടും കുരിശുകൾ വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നവരുണ്ട്, ദൈവം എവിടെയാണ് എന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് തോമാശ്ലീഹ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ഇതൊരു ആശ്ചര്യത്തിൻ്റെ ഒരു പ്രകടനമല്ല, അല്ലെങ്കിൽ ഇതൊരു വെറും അഭിസംബോധനയല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സാണ് ഈ വിശ്വാസ പ്രഖ്യാപനം. യോഹന്നാൻ്റെ സുവിശേഷം
വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും സജീവമാക്കുന്നതിനും അത് ഏറ്റുപറയുന്നതിനുമുള്ള സുവിശേഷമാണ്. അതിൻ്റെ ക്ലൈമാക്സാണ് തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം. അത് അഷ്ടസൗഭാഗ്യങ്ങൾക്കും അപ്പുറത്ത് വലിയ സൗഭാഗ്യമായിട്ട് കാണാതെ വിശ്വസിക്കുന്നത് നിൽക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ കാണാതെ വിശ്വസിക്കാൻ ആ ഒരു വലിയ കൃപയ്ക്കായിട്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ഈ ഉത്തിതനായ യേശു നമ്മോട് കാണിക്കുന്ന വലിയ സ്നേഹമാണ്. യെശയ്യായുടെ പ്രവചനത്തിലെ 49 അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 16 വാക്യത്തിൽ, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ പേര് കർത്താവിൻ്റെ കൈകളിൽ കാർവ് ചെയ്തിരിക്കുകയാണ്, രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജെറമ്യാ പ്രവചനം 31 അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. 33 വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഹൃദയത്തിൽ എഴുതുന്ന കർത്താവ്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഉത്തിതനായ യേശുവിൻ്റെ തിരുമുറിവുകൾ അവിടുന്ന് ഹൃദയത്തിൽ എഴുതുകയാണ്. അതാണ് നമ്മൾ കാണിക്കുക. കൈകളിലും ഹൃദയത്തിലുമുള്ള മുറിവുകൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, വിശദീകരണങ്ങൾ ചോദിക്കാത്ത ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ തോമസ് പൂർണ്ണമായിട്ടും അടിയറവ് പറയുകയാണ്. ഉത്തിതനായ യേശുവിനെ കണ്ടു എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുക, ഉത്തിതനായ യേശുവിൻ്റെ വ്യക്തിപരമായ സ്നേഹം അനുഭവിക്കാൻ തോമാശ്ലീഹായ്ക്ക് സാധിച്ചു. അതാണ് തോമാശ്ലീഹായുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ഉത്തിതനായ ഈശോയുടെ സ്നേഹാനുഭവത്തിൽ നമ്മൾ വളരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സ്നേഹം വലിയ കരുണയും നമുക്ക് നൽകുന്നു. ഇന്ന് കരുണയുടെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കരുണയുടെ വലിയ അനുഭവം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അവിടുത്തെ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമാണ് കരുണ. ഇത് രണ്ടും, ഉത്തിതനായ യേശുവിൻ്റെ സ്നേഹവും കരുണയും നമ്മിൽ നിറയാൻ പ്രത്യേകമായിട്ട് ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.